ഇതാണ് പേജ് നമ്പർ 36 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം? ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? സെൻട്രൽ ആംഗിൾ വേണം. എന്ത് വേണം? സെൻട്രൽ ആംഗിൾ വേണം. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്തായി നമ്മള്? സെൻട്രൽ ആംഗിൾ കാണാൻ തന്നിരിക്കുന്ന മുകളിലുള്ള ആംഗിൾ എത്രയാ? 40 അല്ലേ? അതിൽ നിന്ന് എത്ര കണ്ടുപിടിക്കണം? അതിന്റെ ഇരട്ടിയാണ് 40 × 2. ദാറ്റ് മീൻസ് 80 ഡിഗ്രി. അപ്പൊ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിന്റെ ഇരട്ടി. അതാണ് നമ്മൾ പറഞ്ഞത്, 80 ഡിഗ്രി. ഇനി ആർക്ക് ലെങ്ത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആർക്ക് ലെങ്ത് കാണാൻ സെൻട്രൽ ആംഗിൾ 80 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ സർക്കിളിന്റെ ആംഗിൾ എത്രയാണ്? 360 ആണ്. ഡിവിഷൻ നടത്തുക. ഡിവിഷൻ നടത്തുമ്പോ എന്ത് കിട്ടും? 0യും 0യും വെട്ടിപ്പോയി. ബാലൻസ് ആരാ ഉള്ള? 8/36. 8ൽ 36 ഇല്ലല്ലോ. അതുകൊണ്ട് കോമൺ ആയിട്ട് ആരുണ്ട്? 4 ഉണ്ട്. രണ്ടിടത്തും എന്തിനെ കൊണ്ട് ഡിവിഷൻ നടത്തുന്നു? 4 കൊണ്ട് ഡിവിഷൻ നടത്തുന്നു. കണ്ടോ? 8നെ 4 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോൾ എത്ര കിട്ടുക? 2. 36നെ 4 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോഴോ 9. അപ്പൊ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 2/9 ആണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയ ക്വസ്റ്റ്യനെ, when the corner of a bent wire was placed at the center of the circle, 1/10 of the circle was contained within it. ഇവിടെ 1/10 ആണ്. The corner of this wire is placed on the point of the circle as the second picture. What fraction of the circle would it contain? ഇവിടെ വരുന്നത്, ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ആർക്ക് ലെങ്ത് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 1/10. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? സെൻട്രൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1/10 × 360. ദാറ്റ് മീൻസ് 0 0 വെട്ടിപ്പോയാൽ എത്ര വരും? 36 ഡിഗ്രി വരും അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നെക്സ്റ്റ് പിക്ചറിനകത്ത് ഇത് ഐഡിയ മനസ്സിലായല്ലോ. നെക്സ്റ്റ് പിക്ചറിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ ആംഗിളിനെ, ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇതേ ആംഗിളിനെ ഇങ്ങോട്ട് നീട്ടിയിരിക്കുക. ഇതേ ആംഗിളിനെ ഇങ്ങോട്ട് നീട്ടിയിരിക്കുക. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്താണ്? 36 ആ വരുന്നത്. ഐഡിയ മനസ്സിലായ? ഇവിടുത്തെ ഈ ആംഗിൾ കണ്ട, ഈ ആംഗിളിനെ ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഇതിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 36 തന്നെയാ. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? ഇത് 36 ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? 72. 72 വരും. പറഞ്ഞ ആരും സെറ്റ് അല്ലേ? 72 വരും. അത് ശ്രദ്ധിക്കണം. അതായത് ആ ആംഗിളിന് ഇങ്ങോട്ട് നീട്ടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ക്രിയേറ്റ് ആവുന്ന ആംഗിൾ 36 ആണ്. സെൻട്രൽ ആംഗിൾ എത്ര വരും? 72 ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാണെന്നുള്ള ആർക്ക് ലെങ്ത് എങ്ങനെയാ കാണുന്നത്? എങ്ങനെയാണ്? ഇവിടെ എത്ര വരും? 360 അല്ലേ? നോക്കി 36 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. ബാലൻസ് ഇവിടെ 0 അല്ലേ? അപ്പൊ ഇവിടെ 10 ആയി. 72 എത്ര പ്രാവശ്യം? 36ല് 2. മുകളിലപ്പോ എത്ര വന്നു? 2. താഴെ എത്ര വന്നു? 10. ഇവിടെ 2 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 10 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ആൻസർ ഇസ് 1/5. എത്ര വരും? 1/5 വരും. ക്ലിയർ ആയ പറഞ്ഞ കാര്യം? സെയിം, ഈ മെത്തേഡ് സെയിം ആണ് എവിടെയും വരുന്നത്, മൂന്നാമത്തെ ഫിഗറിലും വരുന്നത്. അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, സെൻട്രൽ ആംഗിൾ ഇതിനകത്ത് ഒന്നാമത്തേൽ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ എത്രയാ? 100. അങ്ങനെയാണെങ്കിൽ ആർക്കിൽ നിന്നുള്ള പോയിന്റ് സർക്കിളിലേക്ക് ടച്ച് ചെയ്യുന്നത് എത്രയായിരിക്കും? എത്രയായിരിക്കും ഈ ആംഗിൾ? എത്രയായിരിക്കും? 100ന്റെ പകുതി. ദാറ്റ് മീൻസ് എത്ര ആയിരിക്കും? മനസ്സിലായില്ലേ? പോയിന്റ് ഓൺ ദി സർക്കിൾ. പോയിന്റ് ഓൺ ദി സർക്കിൾ എത്രയാണ്? 50 ഡിഗ്രി. അപ്പൊ ഇത് എത്ര വരും? 50 ഡിഗ്രി വരും. ഇത് 50 ആണെങ്കിൽ ഈ പോയിന്റ് എത്ര ആയിരിക്കും? 180ൽ നിന്ന് 50 കുറയ്ക്കുന്നു. ദാറ്റ് മീൻസ് എത്ര വരും? 130. അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 130 ആയിരിക്കും. വേണമെങ്കിൽ പേരൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ON ABC എന്നൊക്കെ കൊടുത്ത് ആംഗിൾ എഴുതിയാൽ അതേപോലെ എഴുതാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിലും ഈ ആംഗിൾ ഇതേപോലെ ഇവിടെ എത്ര ആയിരിക്കും വരിക? 240. 240 ആണെങ്കിൽ ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ പകുതിയായിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും?
240ന്റെ പകുതി എത്ര വരിക? 120. അപ്പൊ ഇവിടെ വരുന്നത് 120ആണ്. കണ്ടോ? ഇവിടെ വരുന്നത് എത്ര ആയിരിക്കും? 180ൽ നിന്ന് 120 കുറയുന്നത് എത്ര വരും? 60. 60ആണ് ഇവിടെ വരുന്നത് പോയിന്റ് ഓൺ ദി സർക്കിൾ. കണ്ടോ? മനസ്സിലായോ? ഇത് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ മുകളിൽ വരുവാണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ വരുവാണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും മുകളിൽ വരുന്നത്. ഇത്രേ ഉള്ളൂ. ഇതേ ഉള്ളവരെ കണക്ഷൻ. ഇത്ര നേരം അതാ പറഞ്ഞുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 46 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യമാണ്. അപ്പൊ ഇവിടുത്തെ ആംഗിളുകൾ ശ്രദ്ധിക്കണം അല്ലേ? ട്രയാങ്കിളിന്റെ ഇതിലെ ആംഗിളുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു പേര് കൊടുക്കാം. എ ബി സി. എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. എ ബി സി സെറ്റ് അല്ലേ? ഇത് ട്രയാങ്കിളിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ സെൻട്രൽ ആംഗിൾ നമുക്ക് ആദ്യം കാണണമല്ലോ. ഇതിലെ സെൻട്രൽ ആംഗിൾ അല്ലേ? ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ സെൻട്രൽ ആംഗിളാ? സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ ആയിട്ട് വരത്തില്ലേ? ഇത് നേരെ ഇങ്ങോട്ട് വരച്ചാൽ ഇത് എന്തായി? സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ ആയില്ലേ? ആയില്ലേ? ഇനി നോക്കിയേ, മൊത്തം ഒരു സർക്കിൾ എത്ര ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ടോട്ടൽ ആംഗിൾ ഓഫ് സർക്കിൾ. സർക്കിളിന്റെ ആണ്, ട്രയാങ്കിളിന്റെ അല്ല. എത്രയാ? 360. എത്ര പാർട്ട് ഉണ്ട് സർക്കിളിനകത്ത്? ഈ തന്നിരിക്കുന്നതിനകത്ത് 12 പാർട്ട്. ടോട്ടൽ പാർട്ട് എത്രയാ? ടോട്ടൽ പാർട്ട് 12. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 പാർട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 പാർട്ട് എത്ര ഡിഗ്രി ആയിരിക്കും? 360/12. എത്ര പ്രാവശ്യം വരും? 12 3 36 അല്ലേ? 12 3 36. ദാറ്റ് മീൻസ് എത്ര ഡിഗ്രി വരും? 1 പാർട്ട് എന്ന് പറയുന്നത് 30 ഡിഗ്രി വരും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നോക്കേ, അതുവരെ സെറ്റ് അല്ലേ? സർക്കിൾ എത്ര? 360. പാർട്ട് ഉണ്ട് 12 പാർട്ട്. അപ്പൊ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി? 360/12. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, 1 മുതൽ ഈ 4 വരെ എത്ര പാർട്ട് ഉണ്ട്? 1 മുതൽ 4 വരെ. ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം. എത്ര പാർട്ട്? 3 പാർട്ട്. അപ്പം ഒരു പാർട്ട് 30 വെച്ചാണെങ്കിൽ 3 പാർട്ട് എത്ര വരും? അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. ഇവിടെ എ അല്ലേ? ഇത് ഓ ആണ്. അപ്പൊ ആംഗിൾ എ സി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആംഗിൾ എ ഒ സി അല്ല ബി, സോറി, ആംഗിൾ എ ഒ ബി. ഇതാണ് ഇത്. ഇവിടെ ഓ ആണെങ്കിൽ എ ഒ ബി. ഇത് എത്ര പാർട്ട് ഉണ്ട്? ഇത് മൊത്തം 3 പാർട്ട്. ഈ സൈഡ് എത്ര ഉണ്ട്? 3 പാർട്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കുന്നേ? 30 × 3. ദാറ്റ് മീൻസ് 90 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? 90 ഡിഗ്രി. സെറ്റ് അല്ലേ? അല്ലേ? ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ആംഗിൾ എത്ര? ആംഗിൾ സി എത്ര? ആംഗിൾ സി എത്ര? ഇവിടെ സെൻട്രൽ ആംഗിൾ 90. അങ്ങനെയല്ല, ആംഗിൾ സി എത്ര? 45. അപ്പൊ ആംഗിൾ സി, സോ ആംഗിൾ സി ഈക്വൽ ടു എത്ര വരും? 45 ഡിഗ്രി. അപ്പൊ ഈ ഒരു ട്രയാംഗിൾ കിട്ടിയില്ലേ? എത്ര കിട്ടി? നോക്കിയേ, 90ന്റെ നേരെ. ഇപ്പൊ നമ്മൾ പഠിച്ച റൂള് അല്ലേ? ഓൺ ദി ആർക്ക് ഓൺ ദി സർക്കിൾ അല്ലേ? എത്ര വരും? 45. അങ്ങനെയാണെങ്കിൽ അടുത്ത ബി ഒ സി എന്ന് കണ്ടുപിടിച്ച ആംഗിൾ ബി സി എത്ര പാർട്ട് ഉണ്ട്? ബി ഒ സി മുതൽ 4 മുതലല്ലേ? 1 2 3 4. ഈ കുത്തിട്ട് 1 2 3 4. സെറ്റ് അല്ലേ? അപ്പൊ എത്ര വരും? 30 × 4. ദാറ്റ് മീൻസ് 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടി നമുക്ക്? ഈ ആംഗിൾ കിട്ടിയില്ലേ? ദാറ്റ് മീൻസ് ഇത് കിട്ടിയില്ലേ? ഇത് 120 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എത്ര ആയിരിക്കും? 120/2 60 ഡിഗ്രി. ക്ലിയർ ആയോ? അടുത്ത ഏതാ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോണേ? എ ഒ സി. ആംഗിൾ എ ഒ സി എത്ര കിട്ടിയ? എ ഒ സി 1 2 3 4 5. എത്ര പാർട്ട്? 5. അപ്പൊ 30 × 5. ദാറ്റ് മീൻസ് എത്ര വരും? 150. അങ്ങനെയാണെങ്കിൽ 150 ആംഗിൾ ബി അല്ലേ നമുക്ക് കിട്ടുക? ആംഗിൾ ബി എത്ര കിട്ടും? 150/75 ഡിഗ്രി. അപ്പൊ 75 ഡിഗ്രി കിട്ടത്തില്ലേ? അപ്പൊ ആംഗിൾ ബി എത്ര കിട്ടി? 75. ആംഗിൾ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി.
എല്ലാ ആംഗിളും ആയില്ലേ? എയും ബി ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും ആയില്ലേ? അല്ലേ? ചെയ്തൂടെ? ചോദിച്ചിരിക്കുന്നത് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്ലോക്കിനകത്ത്, ഈ സർക്കിളിനകത്ത്. അപ്പൊ നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? 3 സൈഡും എത്ര ഡിഗ്രി വരണം? 60 ഡിഗ്രി വരണം. 3 സൈഡ് എത്ര ഡിഗ്രി വരണം? അപ്പൊ ഇവിടെ 60 ഡിഗ്രി ക്രിയേറ്റ് ആയാൽ നമുക്ക് എത്ര ട്രയാങ്കിളും എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. നോക്കിയേ, ഒരു സൈഡ് 60 ഡിഗ്രി വരണം. 60 ഡിഗ്രി വരണമെന്നുണ്ടെങ്കിൽ എത്ര ഡിഗ്രി വെച്ച് സെൻട്രൽ ആംഗിൾ മാറണം? ഇവിടെ 60 ഡിഗ്രി വരണമെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര വരണം? എത്ര വരണം? ഇതല്ലേ 60 ഡിഗ്രി. അപ്പൊ സെൻട്രൽ ആംഗിൾ എത്ര വരണം? 120. ഇതല്ലേ 60 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ എത്ര വരണം? ഇതല്ലേ 60 ഡിഗ്രി. ഇവിടെ എത്ര വരണം? വരണ്ടേ? 120 വരണ്ടേ? മനസ്സിലായോ? എത്ര ഡിഗ്രി വെച്ച് വരണം? 120 വെച്ച് വരണം. 120 വെച്ച് വരണമെങ്കിൽ എത്ര പാർട്ടാക്കി മാറ്റണം? 4 പാർട്ടാക്കി. അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വേണമെങ്കിൽ എത്ര ഡിഗ്രി വെച്ച് വേണം? 60 ഡിഗ്രി വെച്ച് വേണം. അല്ലേ? 60 ഡിഗ്രി വെച്ചല്ലേ വേണ്ടത്? 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര വെച്ച് വേണം? 120 വെച്ചും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പാർട്ടാക്കി ഇതിനെ മാറ്റണം നമുക്ക്? ഇപ്പൊ നേരത്തെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എത്ര ഡിഗ്രി? 120 ബൈ എത്ര? 30 അല്ലേ? അപ്പൊ എത്ര? 0 3 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അപ്പൊ എത്ര പാർട്ടാക്കി മാറ്റണം? 4 പാർട്ടാക്കി മാറ്റണം. ഇതല്ലേ നമ്മൾ നേരത്തെ ചെയ്തത്. നേരത്തെ ചെയ്ത എന്താ? ഐഡിയ മനസ്സിലാക്കണേ. ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി അല്ലേ? എത്രയാ? 30 ഡിഗ്രി. അപ്പൊ ഒരു പാർട്ട് 30 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെൻട്രൽ ആംഗിൾ കിട്ടേണ്ടത് എത്രയാ? 120. 120 ബൈ 30 ചെയ്താൽ എത്ര പാർട്ട് വെച്ച് കിട്ടും? 4 പാർട്ട്. 4 പാർട്ട് വെച്ച് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താവും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ക്രിയേറ്റ് ആയില്ലേ? സെറ്റായി പറഞ്ഞ കാര്യം. ഇനി നോക്കി ഇതൊന്ന്. 12 1 2 3 4 5 6 7 8 9 10 11. 4 പാർട്ട് വെച്ച് വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് 1 2 3 4 അല്ലേ? അപ്പൊ ഇവിടുന്ന് തുടങ്ങാം. 12 4 അല്ലേ? അടുത്ത പാർട്ടോ 1 2 3 4. പിന്നെ ആരായി? 8ആയി അല്ലേ? അതേപോലെ 1 തുടങ്ങിയാലോ? 1 2 3 4. 1 5. അടുത്തത് 1 2 3 4. 1 9. ക്രിയേറ്റ് ആവത്തില്ലേ? ഇങ്ങനെ എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ നോക്കിക്കൂടെ? മനസ്സിലായ? 4 പാർട്ട് വെച്ച് നമുക്ക് ഇതിനെ എന്ത് ചെയ്താൽ മതി? ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ട്രയാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റും? ഏതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇവിടെ 1 ആണെങ്കിൽ ഏതൊക്കെ കണക്ട് ചെയ്യാം? 1 ഇവിടെ തൊട്ട് ഇവിടം വരാം അല്ലേ? 1 2 3 4. 1 5 അല്ലേ? അടുത്തത് 1 2 3 4. 5 9. പോലെ 1 കിട്ടിയില്ലേ? അടുത്ത 2 എടുത്താലോ? 2 എടുത്ത അപ്പൊ 1 5 9. ഇനി 2 എടുത്താൽ 1 2 3 4. 2 6. 1 2 3 4. ഇത് ജോയിന്റ് ചെയ്തൂടെ? ഏതൊക്കെ കിട്ടി? 2 6 10. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതേപോലെ വരച്ചൂടെ? ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന മൊത്തം കിട്ടുന്നത്. ഈ ട്രയാങ്കിളുകളാണ്. മൊത്തം 4 ട്രയാങ്കിളാണ് കിട്ടുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലാണ് അടുത്ത പാർട്ടുകൾ ഇടുന്നത്. ഓക്കെ, അപ്പം ബൈ.